വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഒരേപോലെയുള്ള ഡ്രിങ്ക്സും കയ്യിൽ പിടിച്ച് റൺഷിയും ശിവാൻജിയും പരസ്പരം നോക്കി നിന്ന് ചിരിക്കുന്നിടത്താണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയും ബാക്കി ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ശിവാൻജി കയ്യിൽ കരുതിയിരുന്ന സ്നാക്സ് എടുത്ത് അവനും കൂടി കഴിക്കാൻ നൽകുന്നു. ആദ്യമൊന്നും മടിച്ചിരുന്നെങ്കിലും എൻ്റെ അച്ഛൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്, പാത്രങ്ങളും വൃത്തിയായുള്ളതാണ്, ധൈര്യമായി കഴിച്ചോളെന്ന് പറഞ്ഞ് അത് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. റൺഷി അത് കഴിക്കുന്നുണ്ട്. മുമ്പ് അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചതിനൊരു പരിഹാരം എന്നോണം ഇപ്പോൾ അവൻ അവളുടെ ജോലിയിലെ കഴിവിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. നീ എത്ര ജോലി ചെയ്താലും ഒട്ടും ക്ഷീണമുള്ളതായി തോന്നാറില്ല, എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? എപ്പോഴും നല്ല എനർജറ്റിക് ആണല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ബോസ് എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നതെന്ന് അവൾ സന്തോഷത്തോടെ ചോദിക്കുന്നു. സ്വന്തം അഭിപ്രായമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാതെ ഇതൊക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ നിന്നെ മുമ്പ് തെറ്റിദ്ധരിച്ചതാണെന്നും അവൻ പറയുന്നു. അഭിനന്ദിക്കുമ്പോഴെങ്കിലും പിശുക്ക് കാണിക്കാതിരുന്നൂടെ എന്നവൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്. സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ അത്ലറ്റിൻ്റെ വീട്ടിലെ പ്രശ്നത്തെക്കുറിച്ച് ശിവാൻജി അവനോട് സൂചിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ അവസാനം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പ്ലാനിൽ ഹൈറ്റ് അനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതൊരു ആവശ്യമാണെങ്കിലും അയാളെ സംബന്ധിച്ച് വികലാംഗനാണെന്ന് ലേബൽ ഒട്ടിക്കുന്നത് പോലെയാണ്, അതുകൊണ്ടാണ് അയാൾ അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് എന്നവൻ പറയുന്നു. ചിന്തിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് അവൾക്കും തോന്നുന്നുണ്ട്. അയാളുടെ അംഗവൈകല്യം ഒരു കുറവാണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അയാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ചെയ്ത് നോക്കാനും അവൻ അവളോട് പറയുന്നു. ആ ഐഡിയ വർക്കൗട്ട് ആകുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ലൂഷ്യൻ അന്ന് രാത്രി റൺഷിയുടെ ഫോട്ടോയ്ക്ക് ചുറ്റും അവൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂട്ടത്തിൽ ശിവാൻജിയുടെയും ഫോട്ടോ ഒരു ബോർഡിൽ ഒട്ടിച്ച് വെച്ച് ഡയറിയിൽ എന്തൊക്കെ കുത്തിക്കുറിക്കുന്നത് കാണിക്കുന്നുണ്ട്. ശിവാൻജിക്കൊപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റൺഷി തിരികെ ഓഫീസ് മുറിയിലേക്ക് എത്തിയപ്പോൾ അവൻ്റെ ചെയർ സ്ഥാനം മാറിക്കിടക്കുന്നതും സിസ്റ്റത്തിൽ BG കമ്പനിയിലേക്കുള്ള പ്രപ്പോസൽ ഓപ്പണായി കിടക്കുന്നതും കണ്ടപ്പോൾ ആരെങ്കിലും അകത്ത് കയറിയോ എന്ന് അവന് സംശയം തോന്നുന്നുണ്ട്. ശിവാൻജി അടുത്ത ദിവസം അതിരാവിലെ തന്നെ അത്ലറ്റിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അയാൾ ഉറക്കമായിരുന്നതിനാൽ വീട്ടിലെ മറ്റാരോ ആണ് വാതിൽ തുറന്നു കൊടുത്തത്. അവൾ അകത്ത് കയറി ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് അവർ അവളെ തിരിച്ചയക്കാൻ കുറേ ശ്രമിച്ചു നോക്കുന്നു. അവൻ ഉണർന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, ദയവ് ചെയ്ത് പുറത്തു പോകണം എന്നൊക്കെ അവർ അവളോട് പറയുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല, അദ്ദേഹത്തെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ ക്ലീനിങ് തുടങ്ങുന്നു. അയാൾ ഉണർന്നു വന്നപ്പോൾ അവളെ കണ്ട് പുറത്തു പോകാൻ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ചെയ്തു തുടങ്ങിയില്ല, ഇനി ഇടയ്ക്കിട്ട് പോകാൻ കഴിയില്ല, തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൾ ജോലി തുടരുന്നു. ഇടയ്ക്ക് അവൾ ബോധപൂർവ്വം അയാളെ കൊണ്ട് കൂടി ചെറിയ ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട്. വികലാംഗനാണെന്ന് ഒരു വേർതിരിവ് കാണിക്കാതെയാണ് അവൾ പെരുമാറിയത്. താല്പര്യമില്ലാത്ത മട്ടിലാണെങ്കിലും അവൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നു. വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ശമ്പളം തരുന്നത് എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാനാണോ? മാത്രമല്ല എൻ്റെ അവസ്ഥ കാണാൻ വരികയെന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെടുന്നു. സാറിന് എന്താണ് കുഴപ്പം? എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ പുതിയ സാഹചര്യമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. ഞാനും ഒരു അത്ലറ്റായിരുന്നു, അത്ലറ്റ്സ് ഒരിക്കലും പ്രതീക്ഷ കൈവിടാറില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അയാൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കുറച്ചുനേരം ചിന്തിച്ചപ്പോൾ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നിയാലാവണം എതിർപ്പൊക്കെ മാറ്റിവെച്ച് തന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അയാളും അവൾക്കൊപ്പം ക്ലീനിങ്ങിന് കൂടുന്നുണ്ട്. വിജയത്തിൻ്റെ ഒരു പുഞ്ചിരി ശിവാൻജിയുടെ മുഖത്ത് തെളിയുന്നത് കാണാം. ജോലി കഴിഞ്ഞ് തിരികെ എത്തി കമ്പനിക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ബോസിൻ്റെ ഐഡിയ വർക്കൗട്ടായി എന്നവൾ റൺഷിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ നിന്നൊരു സ്ട്രോബെറി മിൽക്കും എടുത്ത് കൗണ്ടറിന് മുന്നിൽ എത്തിയപ്പോഴാണ് തൊട്ട് മുന്നിൽ നിന്നിരുന്ന ആളെടുത്തിരുന്ന സ്ട്രോബെറി മിൽക്ക് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഷോപ്പിലെ പെൺകുട്ടി തിരികെ വാങ്ങി വെക്കുന്നത് കണ്ടത്. എങ്കിൽ പിന്നെ ഞാനും ഇത് കൊണ്ടുവച്ചിട്ട് വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് കടക്കാരി പറയുന്നു. അതെന്താ ഒരാളോട് വേർതിരിവ് കാണിക്കുന്നതെന്ന് ചോദിച്ച് മുന്നിൽ നിന്ന് അയാൾ സാധനങ്ങളൊന്നും വാങ്ങാതെ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നുണ്ട്. ശിവാൻജി കാരണം തിരക്കിയപ്പോൾ നിങ്ങൾ ഇന്നത്തെ 100ാമത്തെ കസ്റ്റമറാണ്, ഇന്ന് സ്ട്രോബെറി മിൽക്ക് ഫ്രീ ആണ് എന്നവർ പറയുന്നു. ഒരെണ്ണം കൂടി എടുക്കാൻ പറ്റുമോ എന്നവൾ സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ എത്ര വേണമെങ്കിലും എടുക്കാം എന്നവർ പറയുന്നതിനാൽ അവൾ ഒരെണ്ണം കൂടി എടുക്കാൻ പോകുന്നുണ്ട്. ജുൻജെ പാർട്ട് ടൈമായി മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അന്ന് ഫോട്ടോഷൂട്ടിന് അവൻ്റെ ഒപ്പം ഷുയാനും വന്നിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞ് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ അവന് കുടിക്കാൻ ഡ്രിങ്ക്സ് കൊടുത്ത് അവൻ്റെ മുഖത്തെ വിയർപ്പ് തുടച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ 2-3 ഫ്രണ്ട്സ് അവിടെ വന്നത്. ഇതാണ് നിൻ്റെ ഗേൾ ഫ്രണ്ടാണോ എന്നവർ ചോദിച്ചപ്പോൾ ജുൻജെ മറുപടി പറയാനും താമസിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ സിസ്റ്ററാണെന്ന് എന്ന് ഷുയാൻ ഇടയ്ക്ക് കയറി പറയുന്നു. സിസ്റ്ററിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതല്ലല്ലോ എന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ സിസ്റ്ററിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സിസ്റ്ററിനെ പോലെ തന്നെയാണ് എന്ന് ഷിയാൻ പറയുന്നു. എന്തായാലും കണ്ടതല്ലേ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ട്. അന്ന് രാത്രി ശിവാൻജി ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് റൺഷി ഓഫീസ് മുറിയിലേക്ക് കയറിപ്പോയത്. അവൻ ഓഫീസിൽ എത്തിയ ഉടനെ തന്നെ കറണ്ട് പോകുന്നുണ്ട്. വിളിച്ചന്വേഷിച്ചപ്പോൾ കറണ്ട് വരാൻ 10 മിനിറ്റ് താമസമുണ്ടെന്നറിഞ്ഞതിനാൽ അവനൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ശിവാൻജിയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയിരുന്നു. കറണ്ടില്ലാത്തതിനാൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ലല്ലോ, അപ്പോൾ പിന്നെ ഇരിക്കുന്നതിൽ കാര്യമില്ല, മാത്രമല്ല ഇനിയും നിന്നാൽ ബസ് കിട്ടില്ല എന്നവൾ പറയുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് ഇവിടുന്ന് കുറേ നടക്കണ്ടേ എന്നവൻ ചോദിച്ചപ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ്, ഇവിടെ നിന്ന് ഒരു സൈക്കിൾ റെൻറ്റിന് എടുത്തുകൊണ്ട് വേണം എനിക്ക് ബസ് സ്റ്റോപ്പിൽ വരെ എത്താൻ, താമസിച്ചാൽ സൈക്കിളൊന്നും കിട്ടുകയില്ല എന്നവൾ പറയുന്നു.
ടാക്സി വിളിച്ച് പോയിക്കൂടെ എന്നവൻ ചോദിച്ചപ്പോൾ എൻ്റെ സാലറി കൊണ്ട് അല്ലാത്ത ചിലവുകളൊക്കെ തന്നെ കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടാക്സി കൂടി അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നവൾ പറയുന്നു. അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് റെൻഷി സീരിയസ് ആയി എന്തോ ആലോചിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശമ്പളം കൂട്ടിത്തരാനോ മറ്റോ ആയിരിക്കുമോ എന്നവൾ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിന്ന് താമസിക്കേണ്ട, വേഗം പോയിക്കോ എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോയപ്പോൾ വെറുതെ പ്രതീക്ഷിച്ചു എന്നവൾ നിരാശയോടെ പറയുന്നുണ്ട്. ഫ്രണ്ട്സിനൊപ്പം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ അവരുമായി ബെറ്റ് വെച്ച് ജുൻജയ്ക്ക് ബിയർ കഴിക്കേണ്ടി വരുന്നതിനാൽ ഡിന്നർ കഴിഞ്ഞപ്പോൾ ശിവൻ അവനെ വീട്ടിൽ കൊണ്ടുവിടാനായി കൂടെ പോകുന്നുണ്ട്. വഴിയിൽ വെച്ച് അവൻ പേര് വിളിക്കുന്ന കേട്ടപ്പോൾ ബിയർ കുടിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനമൊക്കെ എവിടെ പോയി എന്ന് അവൾ ചോദിക്കുന്നു. ജുൻജയ് വീഴാതിരിക്കാൻ അവൾ അവനെ ബലമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനത് മാറ്റി കപ്പിൾസ് പിടിക്കാറുള്ളത് പോലെ അവളുടെ കൈ കോർത്ത് പിടിച്ചിട്ട് സഹോദരങ്ങൾ ഇങ്ങനെയാണോ കൈകൾ പിടിക്കാറുള്ളത് എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയാൻ കഴിയാത്തതിനാൽ നീ ശരിക്കും ഫിറ്റാണെന്നാണ് തോന്നുന്നത്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിലെ പിടിവിട്ട് അടുത്തുള്ള ഷോപ്പ് ലക്ഷ്യമാക്കി നടക്കുന്നു. പക്ഷേ ജുൻജ പുറകിൽ ചെന്ന് അവളെ പിടിച്ചു നിർത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നീ എന്തിനാണ് എൻ്റെ ഫ്രണ്ട്സിനോട് നീ എൻ്റെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിൻ്റെ സിസ്റ്റർ അല്ലേ, പറഞ്ഞതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് ഷിയാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൻ അവളെ ബലമായി കിസ് ചെയ്യുന്നുണ്ട്. ഷിയാൻ ശരിക്കും ഞെട്ടിയെങ്കിലും അവൾ ആ കിസ്സിൽ മുഴുകിപ്പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ബോധം വന്നതുപോലെ അവനെ തള്ളി മാറ്റുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ജുൻജ അവളോട് തുറന്നു പറയുന്നു. പക്ഷേ ഷിയാൻ മറുപടി പറയാതെ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, തനിച്ച് വീട്ടിലേക്ക് പോയാൽ മതി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ചെയ്തത് അബദ്ധമായി എന്ന മട്ടിലാണ് ജുൻജ നിൽക്കുന്നത്. റെൻഷി അടുത്ത ദിവസം രാവിലെ തന്നെ ശിവാൻജി വന്ന് ഇറങ്ങാറുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു. ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് അധിക സമയം കാർ പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഡോങ്ഷി പറഞ്ഞപ്പോൾ അവനോട് വെറുതെ 2 റൗണ്ട് കറങ്ങി വരാൻ റെൻഷി പറയുന്നു. വണ്ടി മുന്നോട്ടെടുത്താൽ പിന്നെ 20 മിനിറ്റ് ഓടിയാൽ മാത്രമേ തിരിഞ്ഞു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോങ്ഷി ഓർമ്മിപ്പിച്ചെങ്കിലും പോയിട്ട് വരാൻ റെൻഷി പറയുന്നതിനാൽ അവൻ വണ്ടിയും എടുത്ത് പോകുന്നു. ലേറ്റായി വന്നാൽ റെൻറ്റ് സൈക്കിൾ കിട്ടില്ല എന്ന് ശിവാൻജി തലേദിവസം പറഞ്ഞിരുന്നതിനാൽ അവൾക്ക് വേണ്ടി സൈക്കിൾ പിടിച്ചു വെക്കാനാണ് അവനോട് നേരത്തെ എത്തി കാത്തു നിൽക്കുന്നത്. ശിവാൻജി വരുന്നതിന് മുമ്പ് എത്തിയ ബസ്സിൽ നിന്നിറങ്ങിയ ആൾക്കാർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിരുന്നിരുന്ന സൈക്കിളിൽ 2 എണ്ണം മാത്രം ബാക്കിയാകുന്നു. റെൻറ്റ് സൈക്കിൾ അതിലൊരെണ്ണം മാത്രമാണ്, മറ്റേത് ആരുടെ സ്വന്തം സൈക്കിളാണ് എന്ന് അതിൻ്റെ നിറം കണ്ടപ്പോൾ അവന് മനസ്സിലാകുന്നു. അധികം ഉണ്ടായിരുന്ന റെൻറ്റ് സൈക്കിളിൻ്റെ അരികിൽ പോയി അവൻ കാവൽ നിൽക്കുന്നു. 2-3 പേർ അതെടുക്കാനായി വന്നെങ്കിലും ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ അവരെ എല്ലാം പറഞ്ഞു വിടുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ശിവാൻജി എത്തുന്നുണ്ട്. ബോസ് എന്താണ് ഇവിടെ, കാർ എവിടെ എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ എനിക്കിവിടെ അടുത്ത് വരെ വരണമായിരുന്നു, കാറിന് റിപ്പയർ ഉണ്ട്, അത് ശരിയാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണെന്നൊക്കെ അവൻ കള്ളം പറയുന്നു. നിനക്ക് സൈക്കിൾ വേണ്ടേ, ഇത് അവസാനത്തേതാണ്, ഇത് എടുത്തോളൂ എന്നവൻ പറഞ്ഞെങ്കിലും അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്ന മറ്റേ സൈക്കിളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സാധാരണ എന്നും ഞാൻ എത്തുമ്പോഴേക്ക് സൈക്കിളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, ഇന്നിവിടെ ഇരിക്കുന്നത് ശരിക്കും അത്ഭുതമാണ്, ഇവിടെ സൈക്കിൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ജുൻജയെ കൊണ്ടൊരു സൈക്കിൾ വാടകയ്ക്ക് എടുപ്പിച്ചു എന്നവൾ പറയുന്നു. അവൾ സൈക്കിൾ എടുത്ത് പോകാൻ തുടങ്ങിയപ്പോൾ അവനോട് മറ്റേ സൈക്കിളും എടുത്ത് വരാൻ ശിവാൻജി പറഞ്ഞെങ്കിലും അവളെ വെയിറ്റ് ചെയ്ത് നിന്നാണെന്ന് മനസ്സിലാക്കിയാലോ എന്ന് കരുതി QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ആപ്പ് എൻ്റെ ഫോണിലില്ല എന്നവൻ കള്ളം പറയുന്നു. അതോ ഇനി ബോസിന് സൈക്കിൾ ചവിട്ടാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് ശിവാൻജി കളിയാക്കി ചോദിച്ചപ്പോൾ അവൻ അതും സമ്മതിക്കുന്നു. എങ്കിലും എൻ്റെ പുറകിൽ കയറിക്കോളാൻ പറഞ്ഞ് അവൾ അവനെയും പുറകിലെത്തി സൈക്കിൾ ചവിട്ടുന്നു. ജീവനും കയ്യിൽ പിടിച്ചാണ് റെൻഷി അതിരുന്നത്. അവർ കമ്പനിയുടെ മുന്നിലെത്തിയപ്പോൾ ബോസിൻ്റെ കാർ എന്നത്തേക്ക് ശരിയാകുമെന്ന് അവൾ ചോദിക്കുന്നു. കുറച്ച് ദിവസം എടുത്തേക്കുമെന്നവൻ പറഞ്ഞു നിർന്നപ്പോഴേക്കും ഡോങ്ഷി കാറുമായി അവിടെ എത്തുന്നു. ആകെ പെട്ടമട്ടിൽ നിൽക്കുകയാണ് റെൻഷി. അപ്പോഴാണ് ഡോങ്ഷി ഇറങ്ങി വന്ന് ബോസ് എന്നോട് റൗണ്ട് അടിച്ച് വരാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഇന്ന് പോകുന്നത് എന്താണെന്ന് ചോദിച്ചത്. ബോസിൻ്റെ വണ്ടി കേടായില്ലായിരുന്നോ എന്ന് ശിവാൻജി ചോദിച്ചപ്പോൾ ഇല്ലല്ലോ എന്നും ഡോങ്ഷി പറയുന്നുണ്ട്. റെൻഷി വീടെടുത്ത് കിടന്ന് ഉരുണ്ട് കുറേയൊക്കെ കള്ളം പറഞ്ഞ് ഒപ്പിച്ചെങ്കിലും അവൻ കള്ളം പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് തന്നെ അവൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് സ്ട്രോബെറി മിൽക്കും വാങ്ങാൻ ചെന്നപ്പോൾ മുമ്പത്തെ പോലെ തന്നെ അത് ഫ്രീ ആണ് എന്നവർ പറയുന്നു. ഇതിപ്പോൾ പലതവണയായല്ലോ, എന്താണ് ഫ്രീ ആയി തരാനുള്ള കാരണം എന്നവൾ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ അവർ സത്യം പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ട്രോബെറി മിൽക്ക് മുഴുവൻ റെൻഷി ആൾറെഡി വാങ്ങിയതാണ്, അത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ സൂക്ഷിച്ചാൽ മതി, ഒരു പെൺകുട്ടി എന്നും ഇത് വാങ്ങിക്കൊള്ളും എന്നവൻ അവരെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. അവളെ തിരിച്ചറിയാനായി അവളുടെ ഫോട്ടോയും കാണിച്ചിരുന്നു. അവർ കപ്പിൾസാണ് എന്നാണ് കടയിലെ പെൺകുട്ടി കരുതിയിരിക്കുന്നത്. നിൻ്റെ ബോയ് ഫ്രണ്ട് വളരെ കെയറിങ് ആയ കൂട്ടത്തിലാണ് എന്നവൾ ശിവാൻജിയോട് പറയുന്നു. ബോസ് എന്തിനായിരിക്കും ഞാനറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിന്തിച്ചാണ് അവൾ കമ്പനിയിലേക്ക് വന്നത്. എതിരെ റെൻഷി വരുന്നത് കണ്ടപ്പോൾ അവൻ ചെയ്തതാണ് എന്നറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ എൻ്റെ ഭാഗ്യം നോക്കിക്കുക, ഇന്നും എനിക്ക് സ്ട്രോബെറി മിൽക്ക് ഫ്രീ ആയി കിട്ടിയെന്ന് പറഞ്ഞ് അവനത് നീട്ടുന്നു. പക്ഷേ എപ്പോഴത്തേനും വിപരീതമായി അതും വാങ്ങിയൊന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് പോകുന്നു. അവനാകെ മൂഡ് ഓഫ് ആണ് എന്ന് മനസ്സിലായ അവൾ എന്ത് പറ്റിയെന്ന് ഡോങ്ഷിയോട് ചോദിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന BG ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റ് ജിയാങ് വെഞ്ചി തട്ടിയെടുത്തു. ബോസ് ആകെ വിഷമത്തിലാണെന്ന് അവൻ പറയുന്നു. റെൻഷി ശരിക്കും ആകെ വിഷമത്തിലായിരുന്നു. മുമ്പ് ഓഫീസിൽ ആരോ കയറിയെന്ന് തോന്നിയത് ശരിയായിരിക്കുമോ എന്നവൻ ചിന്തിക്കുന്നുണ്ട്. BG കമ്പനിയിലെ പ്രധാനപ്പെട്ട ഒരാളായ മിസ്റ്റർ ജിന്നുമായി ഒന്ന് കാണാൻ ടൈം അറേഞ്ച് ചെയ്യണം എന്നവൻ ഡോങ്ഷിയെ ഏൽപ്പിച്ചിരുന്നു. അയാൾ നാളെ ഫുൾ ടൈം ബിസിയാണെന്നാണ് പറഞ്ഞത്. കാണാൻ കഴിയില്ല എന്ന് ഡോങ്ഷി ആ സമയത്ത് വിളിച്ചറിയിക്കുന്നുണ്ട്. ഡോങ്ഷിയൊപ്പം ശുവാൻജിയും വുയും ഉണ്ടായിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ബോസിനെ സഹായിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ശുവാൻജി പറയുന്നു. ഈ പ്രൊജക്റ്റ് ഒരിക്കലും നഷ്ടപ്പെടേണ്ടതല്ല, ആരോ എന്താ കള്ളക്കളി കളിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവർ എല്ലാവരും കൂടി തീരുമാനിക്കുന്നു. അതനുസരിച്ച് അവർ 4 പേരും കൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അടുത്ത ദിവസം രാവിലെ തന്നെ റെൻഷിയെ കണ്ട് പ്ലാൻ വിവരിച്ച് കേൾപ്പിക്കുന്നു.
വളരെ ആസൂത്രിതമായി മിസ്റ്റർ ജിന്നെ തട്ടിക്കൊണ്ട് വരാനുള്ള പ്ലാനാണ് അവർ പറഞ്ഞു കേൾപ്പിച്ചത്. പ്ലാൻ കേട്ട് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ശരിയായ രീതിയല്ല എന്ന് റെൻഷി പറയുന്നു. പേരും പ്രൈസും ഒഴികെ വെഞ്ചി അവർക്ക് നൽകിയ പ്രൊജക്റ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മുടേതിന് സമാനമാണ് എന്ന് പ്രൊജക്റ്റ് അവരെ കാണിച്ചുകൊണ്ട് അവൻ വിശദീകരിക്കുന്നു. അപ്പോൾ ആരോ നമ്മുടെ പ്രൊജക്റ്റ് മോഷ്ടിച്ചത് തന്നെയാണ് എന്ന് ഹുയു പറയുന്നു. മിസ്റ്റർ ജിന്നുമായി കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയാൽ എനിക്ക് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. അതിന് അദ്ദേഹം ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്താൻ റെൻഷി ഡോങ്ഷിയോട് പറയുന്നു. മിസ്റ്റർ ജിൻ അവിടെ ഉണ്ട് എന്ന് രഹസ്യമായി വിവരം കിട്ടിയതനുസരിച്ച് അവർ 5 പേരും കൂടി ഒരു ബാറിലെത്തുന്നു. ഏത് മുറിയിലാണ് അയാളെന്ന് കണ്ടെത്താൻ പല വഴിക്കായി പിരിഞ്ഞ് അവർ അന്വേഷണം തുടങ്ങുന്നു. ഡോങ്ഷി അയാളുടെ ഫോട്ടോ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഒരു മുറിയിൽ മാർക്കിനൊപ്പം വരുന്ന മദ്യപിക്കുന്ന മിസ്റ്റർ ജിന്നെ കണ്ടെത്തിയത് ഷുവാൻജിയാണ്. അവൾ റൂം നമ്പർ ഉടൻ തന്നെ റെൻഷിക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. മാർക്ക് ഒരു ATM കാർഡ് അയാൾക്ക് കൈക്കൂലിയായി നൽകുന്നത് കണ്ട് അവൾ കൂടുതലൊന്നും ചിന്തിക്കാതെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് ഞങ്ങളുടെ കമ്പനിയുടെ അതേ പ്രപ്പോസൽ ഇവർ അടിച്ചു മാറ്റിയതാണ്, ഇവരെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നു. മാർക്ക് അവളെ പിടിച്ച് പുറത്താക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടുത്തെ റെൻഷി അവനെ തള്ളി ദൂരെ എറിയുന്നു. അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് മിസ്റ്റർ ജിന്നോട് സോറി പറഞ്ഞ ശേഷം അവൻ അവളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നു. അവർ പോകുന്നത് പുറത്തുനിന്ന് ആരോ ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. റോഡിലെത്തിയപ്പോഴും അവൻ അവളുടെ കയ്യിൽ പിടിവിട്ടിരുന്നില്ല. ആ സമയത്ത് പറക്കം തളിക പോലെ ഒരു പുകവണ്ടി റോഡിലൂടെ വരുന്ന കണ്ട് റെൻഷിക്ക് അത് അപകടമുണ്ടാക്കുമെന്നറിയുന്നതിനാൽ അവൾ അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ കെയറിങ് ശരിക്കും അവൻ്റെ മനസ്സിൽ തൊടുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ നേരത്തെ എന്താണ് ബോസ് സത്യം പറയാതിരുന്നത്? മാർക്ക് അയാൾക്ക് കാർഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നവൾ പറയുന്നു. ബിസിനസ്സിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും മിസ്റ്റർ ജിന്നിന് നാണക്കേടുണ്ടാവുകയുള്ളൂ. ചിലതൊക്കെ കണ്ടില്ല എന്നടിക്കുന്നതാണ് ശരി. പിന്നെ മാർക്കിന് ഇതിൽ വലിയ റോളൊന്നുമില്ല. അയാൾ വെറുതെ മുന്നിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. വെഞ്ചിയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. ഞാൻ ഈ കമ്പനി തുടങ്ങിയ സമയത്ത് അവനോട് വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നീട് കമ്പനി വളർന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവൻ കമ്പനി വിട്ട് പോയതാണ്. അന്ന് ഞാൻ കുറേ കൂടി ചെറുപ്പമായിരുന്നതിനാൽ പക്വതയും കുറവായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. ഷുവാൻജി പിന്നെയും വിഷമം തീരാതെ നിൽക്കുന്ന കണ്ടപ്പോൾ വെഞ്ചിക്ക് എൻ്റെ പ്രൊജക്റ്റ് മാത്രമല്ലേ തട്ടിയെടുക്കാൻ പറ്റുള്ളൂ, കമ്പനിയിലെ ടാലൻസ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നവൻ പറയുന്നു. ഷുവാൻജി അത് കേട്ട് കുറച്ച് പൊങ്ങുന്നുണ്ട്. ഞാനൊരു ടാലൻ്റ് ആയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എന്നവൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെയല്ല ഉദ്ദേശിച്ചത്, ഹുയുവിനെയും വുയുവിനെയും ഒക്കെയാണ് എന്നവൻ പറയുന്നു. പ്രശംസിക്കുമ്പോഴുള്ള ഈ പിശുക്ക് നിർത്തരുത് എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി കേട്ടത്. ഞാനിന്ന് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല എന്നവൻ ചമ്മലോടെ വയറും തടവിക്കൊണ്ട് പറയുന്നു. എങ്കിൽ ഞാൻ ഡിന്നർ വാങ്ങിത്തരാം എന്നവൾ പറഞ്ഞപ്പോൾ എനിക്ക് പുറത്തു പോയി ആഹാരം കഴിക്കാൻ കഴിയില്ല എന്നവൻ പറയുന്നു. ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്ഥലം എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. വീട്ടിലേക്കാണ് അവൾ അവനെ കൊണ്ടുപോയത്. വീടിനുള്ളിലെ അന്തരീക്ഷം കണ്ട് ഡേഞ്ചർ അലറാം അടിച്ച് റെൻഷി ഒതുങ്ങി പിടിച്ചിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ പോകാൻ എഴുന്നേറ്റതാണെങ്കിലും ആ സമയത്തേക്ക് അവിടെ നിന്ന് ലൂഷിയനെ കണ്ട് അവൻ നിൽക്കുന്നു. കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഷുവാൻജിയുടെ അച്ഛൻ റെൻഷിയെ നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ ഭക്ഷണമൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, വെറുതെ നിർബന്ധിക്കേണ്ട എന്ന് ലൂഷ്യൻ പറയുന്നു. അതുവരെ പോകാൻ നിന്ന റെൻഷി അത് കേട്ടപ്പോൾ വാശിയോടെ ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിന് അരികിൽ ചെന്നിരിക്കുന്നു. അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ യുദ്ധത്തിനൊരുക്കി ഇരിക്കുന്ന പോലെയാണ് ഷുവാൻജിക്ക് തോന്നിയത്. ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ വാക്കുകൾ കൊണ്ടൊരു യുദ്ധം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഷുവാൻജി റെൻഷിയുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കുന്നത് കണ്ട് ഇത്ര നല്ലൊരു എംപ്ലോയിക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന് ലൂഷ്യൻ ചോദിക്കുന്നു. എൻ്റെ എംപ്ലോയിയുടെ കാര്യം എനിക്കറിയാം, ഞാൻ വേണ്ട പോലെ ചെയ്തോളാമെന്ന് റെൻഷി അപ്പോൾ പറയുന്നു. അവൾ അവൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് കണ്ട് എൻ്റെ മകൾ മറ്റുള്ളവരെ കെയർ ചെയ്യാൻ വേണ്ടി വളർന്നുവല്ലേ, അവൾക്ക് വിവാഹപ്രായമായല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവളുടെ വരൻ്റെ കാര്യം പറഞ്ഞും റെൻഷിയും ലൂഷ്യാനും കൂടി തർക്കിക്കുന്നുണ്ട്. റെൻഷിക്ക് അസ്വസ്ഥതയൊന്നുമില്ലാതെ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പതിവ് പോലെ ഫിറ്റായിരുന്നു. ജുഞ്ച അദ്ദേഹത്തെ താങ്ങി അകത്തേക്ക് കൊണ്ടുപോകുന്നു. പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന ഷുവാൻജിയെ സഹായിച്ചുകൊണ്ടും അവളുടെ ഏപ്രൻ്റെ വള്ളി കെട്ടിക്കൊടുത്തുമൊക്കെ ലൂഷ്യൻ അവൾക്കൊപ്പം നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് റെൻഷി സ്വന്തം കൈകളിലേക്ക് നോക്കുന്നുണ്ട്. അച്ഛൻ വാള് വെച്ചെന്ന് പറഞ്ഞ് ജുഞ്ച അകത്തുനിന്ന് വിളിക്കുന്നതിനാൽ ഷുവാൻജി അങ്ങോട്ടേക്ക് പോയ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്, പോയിക്കൂടെ എന്ന് ലൂഷ്യൻ റെൻഷിയോട് ചോദിക്കുന്നു. എനിക്ക് ഷുവാൻജിയോട് വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ എന്താണ് പോവാതെ ഇവിടെ തന്നെ വട്ടം ചുറ്റി നിൽക്കുന്നതെന്ന് റെൻഷി തിരിച്ചവനോട് ചോദിക്കുന്നു. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതേ ഉള്ളൂ. ഇത്ര രാത്രിയായപ്പോഴും ജോലിക്കാരി സംസാരിക്കുന്ന ഒരുമാതിരി ടോർച്ചറിങ് അല്ലേ എന്ന് ലൂഷ്യൻ ചോദിക്കുന്നു. റെൻഷി വീണ്ടും അതിനെ എതിർത്ത് സംസാരിക്കുന്നു. അവസാനം എനിക്ക് നിങ്ങളോടും തനിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് ലൂഷ്യൻ റെൻഷിയോട് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.